things right between us. But now it's all good, babe. Roll that backward, babe, and play me close. Cause girls like you run around with guys like me till sundown. When I come through, I need a girl like you, yeah, yeah. Girls like you love fun and yeah, me do what I want. When I come through, I need a girl like you, yeah, yeah. Yeah, yeah, yeah. Yeah, yeah, yeah. I need a girl like you, yeah, yeah. Yeah, yeah, yeah. Yeah, yeah, yeah. I need a girl like you. I spent last night on the last flight to you. I took a whole day up, trying to get way up. Ooh. We spent the daylight trying to make things right between us. And now it's all good, babe. Roll that backward, babe, and play me close. Girls like you run around with guys like me till sundown. When I come through, I need a girl like you, yeah, yeah. Girls like you love fun and yeah, me do what I want. When I come through, I need a girl like you, yeah, yeah. Yeah, yeah, yeah. Yeah, yeah, yeah. I need a girl like you, yeah, yeah. Yeah, yeah, yeah. Yeah, yeah, yeah. I need a girl like you, yeah, yeah. I need a girl like you, yeah, yeah. I need a girl like you. ഇപ്പോൾ തന്നെ നിയമപ്രകാരം അവളെ സ്വീകരിച്ചു കൊള്ളുക. നീ അവളുടെ ബന്ധുവാണ്, അവൾ നിനക്ക് സ്വന്തവും. കാരുണ്യവാനായ ദൈവം നിങ്ങൾക്ക് ഇരുവർക്കും ശുഭം വരുത്തട്ടെ. അവൻ പുത്രി സാറയെ കൈക്ക് പിടിച്ച് തോബിയാസിന് ഭാര്യയായി നൽകിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവളെ മോശയുടെ നിയമമനുസരിച്ച് സ്വീകരിച്ചു കൊള്ളുക. നിന്റെ പിതാവിൻ്റെ അടുത്തേക്ക് അവളെ കൊണ്ടുപോകുക. അവൻ അവരെ അനുഗ്രഹിച്ചു. അവൻ ഭാര്യ ഏർനായെ വിളിച്ചു ഒരു ചുരുളെടുത്ത് അതിൽ വിവാഹ വാഗ്ദാനം എഴുതി. അവർ തമ്മിൽ തങ്ങളുടെ മുദ്രയും വെച്ചു. അനന്തരം അവർ ഭക്ഷണം കഴിച്ചു. റഘുവേൽ തൻ്റെ ഭാര്യ ഏർനയെ വിളിച്ചു പറഞ്ഞു, അടുത്ത മുറി ഒരുക്കി അവളെ അങ്ങോട്ട് നീക്കുക. അവൾ അങ്ങനെ ചെയ്തു. സാറയെ അങ്ങോട്ട് നയിച്ചു. സാറ കരയാൻ തുടങ്ങി. അപ്പോൾ അമ്മ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞെ ധൈര്യമായി ഇരിക്കുക. സ്വർഗ്ഗത്തിലെ കുറിയുടെയും കർത്താവ് നിന്റെ ദുഃഖമകറ്റി സന്തോഷമേകും. ധൈര്യം അവലംബിക്കൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിച്ച് സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് മനുഷ്യനെ സകല ജീവജാലങ്ങൾക്കും ഉപരിയായി സൃഷ്ടിക്കുകയും അവനേകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്നതിനെയും ഞാൻ നൽകും എന്നല്ല ചെയ്തുകൊണ്ട് ജീവിത സഖിയെ നൽകി ഏകാന്തതയിൽ നിന്ന് കൈപിടിച്ചുയർത്തുകയും ആദ്യ വിവാഹം ആശീർവദിക്കുകയും ചെയ്തുവല്ലോ. ആദത്തിന് ഹവ്വായെയും അബ്രാഹത്തിന് സാറായെയും ഇസ്ഹാക്കിന് റബേക്കയെയും ജീവിത സഖിയായി നൽകി അനുഗ്രഹിച്ച നല്ല ദൈവമേ, ഇന്ന് വിവാഹാന്തസ്സിൽ പ്രവേശിക്കുവാൻ പോകുന്ന ഞങ്ങളുടെ മകനെ ആസ്വദിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മകൻ നീ സ്ഥാപിച്ച വിവാഹാന്തസ്സിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണ്. വളരെയേറെ ചിന്തിച്ചും പ്രാർത്ഥിച്ചും തിരഞ്ഞെടുത്ത വിവാഹം എന്ന ദൈവവിളിയിൽ ജീവിതാന്ത്യം വരെ തുടരുവാൻ കർത്താവെ നീ അനുഗ്രഹിക്കണമേ. നീ സഭയെ സ്നേഹിച്ചതുപോലെ സഭ നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം വിശ്വസ്തത പുലർത്തുന്ന, താങ്ങും തണലുമാകുന്ന പങ്കാളിയുമായി കുടുംബജീവിതം നയിക്കുവാൻ അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ച് വധുവരന്മാരെയും കുടുംബാംഗങ്ങളെയും ആശ്രയിച്ച് അനുഗ്രഹിച്ച ഈശോനാഥ, ഇന്ന് വിവാഹിതനാകാൻ പോകുന്ന ഞങ്ങളുടെ മകനെ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്നേഹനാഥനായ ദൈവമേ, നിന്റെ തൃക്കരം നീട്ടി നീ ഈ മകനെ ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ. തിരുക്കുടുംബത്തിന്റെ തലവനായ മാറിയ യോസേപ്പേ, ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയമേ, സകല വിശുദ്ധരെ, ഇവരുടെ സ്വർഗീയ മധ്യസ്ഥരെ, ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമായി തീരുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞു മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അമ്മയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. അബ്രാഹത്തെയും സാറായെയും
അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും റബീഖായെയും അവരുടെ സന്താനങ്ങളെയും അനുഗ്രഹിച്ച ദൈവം മാധുര്യമുള്ള ഒരു ദാമ്പത്യ ജീവിതത്തിന് നിന്നെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിലേക്ക് Watch the ocean kiss the moon. Run away with me, where the morning paints the scene.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ പ്രകൃതനായ ഹൃദയാക്കത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ വിളിച്ചുവല്ലോ. സ്വർഗീയവരങ്ങളാലെ ബഹുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് മനുഷ്യകുലത്തിന് നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ വലിയ കാഴ്ചകളുമായി രാജാവിനെ അവർ സന്ദർശിക്കും. തോഴികളായ ഗലികമാരവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുദ്രവെള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകനമായ വാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം നിന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായ സൗഭാഗ്യങ്ങളും നന്മകളും നടന്ന് മുടിച്ചുകൊണ്ട് നിൽക്കുന്ന സഭയിൽ ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ സകലത്തിന്റെ നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവനത് കാലത്ത് നടക്കുകയില്ല എന്ന് ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർത്തുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സർവീശ്വരനെ വാഴ്ത്തിടും
കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മസ്നേഹങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാകുക. ഭാഗ്യമുടികളായ പിന്നിമുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരരത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അനുകരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറാ ഭർത്താവത്തെ നാഭയെന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നുവല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരെടുത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് വലിയ അവകാശി എന്ന നിലയിൽ അവരോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സത്താകാതിരിക്കാൻ വേണ്ടിയാണ്. പരിശുദ്ധ സുവിശേഷം. ഫരിസേയർ വന്ന് ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ്? അവൻ അവരോട് മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, മോചനപത്രം എഴുതി അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് ഈ കൽപ്പന അവൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും ഭാര്യയോട് ചേരുകയും ചെയ്യും. അവർ ഇരുവരും ഒരു ശരീരമായി തീരും. തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേറെടുക്കാതിരിക്കട്ടെ. രണ്ട് കൂദാശകളിൽ നമ്മളെ പരിഗണന ചെയ്യുകയാണ് വിശുദ്ധ കുർബാന. അതിൻ്റെ മധ്യേ വിവാഹങ്ങളുടെ കൂദാശയിലൂടെ ചേർന്ന് അഖിലയും ഒന്ന് ചേർന്ന് സുശേഷത്തിൽ പറയുന്നത് പോലെ രണ്ട് യുവാവും യുവതിയും ഒന്ന് ചേർന്ന് ഭാര്യ ഭർത്താക്കന്മാരായി ഒറ്റ ശരീരമായി ഒരു കുടുംബമായി രൂപപ്പെടുകയാണ്. ഈ ദിനത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ ഇരുവർക്കും ആശംസിക്കുന്നു. സന്തോഷത്തോടെ ആനന്ദത്തോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് നിങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നല്ല ഒരു ക്രിസ്ത്യാനി കുടുംബമായി നിങ്ങൾ മാറുകയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പറഞ്ഞിട്ടുണ്ട്, ഒരു നല്ല ക്രിസ്ത്യാനി കുടുംബം ആകാശമോക്ഷത്തിന് സദൃശമാണ്. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നല്ല കുടുംബങ്ങളായിരിക്കും, ദൈവകൃപയെ ആശ്രയിക്കുന്ന കുടുംബങ്ങളായിരിക്കും. അങ്ങനെ ആകാശ മോക്ഷത്തിന് സദൃശമായ ഒരു കുടുംബം നിങ്ങൾക്ക് രൂപപ്പെടാൻ ഇടയാകട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഒരേ മനസ്സോടെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുക മാനസികമായി അസാധ്യമാണ്. പക്ഷേ ഈ ഒരു വീട് തരുമ്പോൾ ദൈവം അതിൻ്റെ കൃപയും കൂടെ തരുന്നുണ്ട്. ആ കൃപയിൽ ആശ്രയിക്കുമ്പോൾ നിങ്ങൾക്കത് സാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തകൻ ഇപ്രകാരം പറയുന്നത്, കർത്താവ് ഭവനം പണിയുന്നെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്. അപ്പോൾ കർത്താവാണ് നിങ്ങളെ ഒന്നിക്കുന്നത്, കർത്താവാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അതിനോട് ചേർന്ന് ജീവിക്കുവാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്.
ഒന്ന് ഞാൻ പറഞ്ഞത് ഇഷ്ടം സ്നേഹമായി മാറണം എന്ന് പറഞ്ഞിരുന്നു. ഇഷ്ടത്തിലാണ് വിവാഹം നിശ്ചയിക്കുന്നത്. സ്നേഹിക്കുമ്പോൾ നഷ്ടങ്ങളുണ്ട്, ത്യാഗങ്ങളുണ്ട്, വേദനയുണ്ട്. രണ്ടാമത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഞാനെന്ന ചിന്തയിൽ നിന്ന് ഞങ്ങൾ എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾ മാറണം. ഇനി പരസ്പരം കൊടുക്കാനായിട്ട് തയ്യാറാകുമ്പോഴാണ് കുടുംബജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ഒത്തിരി സന്തോഷത്തോടെ ആയിരിക്കുക. നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നവരായി മാറും. സ്നേഹം പ്രതീക്ഷിച്ചു ഇപ്പം ജെറിൻ്റെ ജീവിതത്തിലേക്ക് അകലെ കടന്നു വരുമ്പോൾ ജെറിന് ഓർക്കാം, എന്നെ സ്നേഹിക്കാൻ, എന്നെ കരുതാൻ ഒരു പെൺകുട്ടി എൻ്റെ ജീവിതത്തിലേക്ക്, ഒരു യുവതി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് ചിന്തിക്കാം. അപ്പം പ്രതീക്ഷിക്കും നമ്മൾ. അപ്പോൾ ഈ ഒരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് മുതൽ സംഭവിക്കുക. അങ്ങനെ മനോഹരമായ കുടുംബജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങൾ രണ്ട് വ്യക്തികളല്ല, ഒന്നായി തീരുക, അല്ലേ? ഈഴപ്പറമ്പിൽ കുടുംബവും പന്തലൂർ പറമ്പിൽ, രണ്ടും വിചാരിച്ച് പറയാൻ രണ്ടും പറമ്പുകളാണ്. അപ്പോൾ പറമ്പുകൾ ഒന്നായി തീർന്ന് ഒന്നിച്ച് നല്ലൊരു ഭവനമായി കുടുംബമായി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്കിടയാകട്ടെ. സ്വീകരിക്കുവാനുള്ളൊരു മനസ്സുണ്ടാകുമ്പോഴാണ് കുടുംബജീവിതം ധന്യമായി തീരുക. കുറവുകളെ അംഗീകരിക്കുവാനും അത് മനസ്സിലാക്കുവാനും ആ സ്നേഹം പങ്കുവയ്ക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇന്നത്തെ കുർബാനയിലെ സുവിശേഷ വായനയിൽ ഈശോ പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സ് ദുർബലമാകാതിരിക്കുവാൻ നോക്കുക എന്ന്. കാരണം ഈശോ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും മനസ്സിന് ബലമുള്ളവരും ശക്തിയുള്ളവരുമാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അപ്പോൾ അതിന് മനസ്സിന്റെ ബലം നഷ്ടപ്പെട്ടു പോകുന്നത് എപ്പോഴാണെന്ന് പറയുന്നുണ്ട്. ഒന്ന് സുഖലോലുപത, പിന്നെ ലഹരി വസ്തുക്കളോടുള്ള ആസക്തി, ജീവിത വ്യഗ്രത. ഇത് മൂന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സ് ദുർബലമായി പോകും. അപ്പോൾ അങ്ങനെ ദുർബലമാക്കുന്ന ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ കയറി വരാതെ ധന്യമായി മുന്നോട്ട് പോകണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഈശോ പറയുന്നത്, സദാസമയവും പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. ചിലപ്പോൾ വിവിധ സ്ഥലങ്ങളിലായിരിക്കാം, ജോലി സ്ഥലത്ത്, ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കാം. പക്ഷേ ഇന്നത്തെ സൗകര്യങ്ങളുണ്ട്, വീഡിയോ കോളിലൂടെയോ വാട്സപ്പ് കോളിലൂടെയോ എങ്ങനെയും നിങ്ങൾക്ക് ഒരേ സമയം ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നെങ്കിൽ എല്ലാ ദിവസവും അങ്ങനെ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ധന്യമായി മനോഹരമായി കുടുംബജീവിതം മുന്നോട്ട് പോകട്ടെ. മാതാവിനെയും കൂട്ടുപിടിക്കാനായിട്ട് സാധിക്കട്ടെ. കനയിലെ കല്യാണവേളയിൽ മാതാവിന്റെ സാന്നിധ്യമാണ്. അവിടെ കുറവുകൾ വന്നപ്പോൾ, വീഞ്ഞിന്റെ കുറവ് വന്നപ്പോൾ പരിഹരിച്ചത് മാതാവാണ്. കുടുംബജീവിതത്തിലും ഞാൻ പറഞ്ഞത് സ്നേഹത്തിന്റെയോ ഇഷ്ടത്തിന്റെയോ മനസ്സിലാക്കുന്നതിന്റെയോ ഒക്കെ കുറവുകൾ ചിലപ്പോൾ സംഭവിക്കാം. മാനുഷിക പരിഗണനകൾ നമുക്കുണ്ട്. പക്ഷെ അതൊക്കെ പരിഹരിക്കുവാൻ മാതാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്ന് പരിഹരിച്ചു തരും. ജപമാല ചൊല്ലാൻ ലഭ്യമായ ആശംസകളും പ്രാർത്ഥനകളും നേരും. ആമേൻ. നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുദ്ധത്തിൽ പങ്കുകാരാക്കുവാൻ വിവാഹബന്ധത്തിന്റെ അഭ്യർത്ഥന കെട്ടിപ്പിടിപ്പിച്ച മിശിഹായെ പരസ്പര വിശുദ്ധിയോടും ചാരിത്ര ശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ അവരെ അമർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ വലിയ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ജീവിതസഖിയെ നൽകിയതീ അങ്ങയുടെ പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ ഉദാശ യോഗ്യതയോടെ പ്രകടനം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവലം സമർത്ഥമായി നിൽച്ചെറിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി റോസ്മിയെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നവ. റോസ്മ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി യോജിനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നവ. സാക്ഷികൾ, നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം പടുത്തുകരം ചേർക്കുകയും അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം
നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായി ശ്രമിക്കുക നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശ്വാസത്തിനും സ്നേഹത്തിനും മധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായി താലി അഭേദ്യമായ സ്നേഹത്തിനും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങളെ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കൃപാവരത്തിൻ്റെ അനശ്വരവസ്ത്രത്താൽ മരിച്ച ആത്മാവിനെ അലങ്കരിക്കുന്ന താഴ്മവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരനെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ
നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. അനുപമ സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ, അപ്പത്തിൻ രൂപമായിതാ ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമാം ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാകെ. അനുപമ സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ, അപ്പത്തിൻ രൂപമായിതാ ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമാം ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാകെ. ആരാധിക്കുന്നു ദൈവമേ, ഓസ്തിയാം ദിവ്യ സ്നേഹമേ. ആരാധിക്കുന്നു ദൈവമേ, ഓസ്തിയാം ദിവ്യ അങ്ങയുടെ സംരക്ഷണത്തിന് തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗമിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിനെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. നമ്മുടെ അമ്മയായ ക്രിസ്ത്യാനികാമറിയത്തിന്റെയും കുടുംബത്തിന്റെയും നായകനായ മാറിയത്തിന്റെയും ആദിഷ്ടം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കുകയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യുകയും സകലത്തിന്റെയും നാഥ എന്നേക്കും. നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങളെ യോഗ്യരാക്കട്ടെ. ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Summer rain is passing over, and it feels like a dream. I could run and look for shelter, but you hold on to me. I'm under your skies. I'm caught in your eyes. Don't you know you stop the room, and all that I can see is you. I'm standing where the lightning strikes. I know this doesn't happen twice. You must be my once in a lifetime, in a lifetime. You must be my once in a lifetime. There's so much that I have told you, but it's all in my head. Ask me anything you want to, 'cause the answer is yes. I'll spend my whole life just being caught up in your eyes. Oh, don't
you stop the room. And all that I can see is you. I'm standing where the lightning strikes. I know this doesn't happen twice. You must be my once in a lifetime, in a lifetime. You must be my once in a lifetime. So before the storm is past, I just wanna ask, can we make this moment last? So before the storm is past, I just wanna ask, can we make this moment last? Moment last. Don't you know you stopped the room? And all that I can see is you. Thank you so much. That was a beautiful entry. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയേഴ്സിലേക്ക് കടന്നിരുന്നത് സെറ്റിൽ ആവാവുന്നതാണ്. ഒരുപാട് സ്നേഹത്തോടെ രണ്ട് കുടുംബങ്ങളുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. A warm good afternoon and hearty welcome to one and all ഗാർഡിയൻ. അപ്പോൾ നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു ബിഗ് ഡേ ആണ് അല്ലേ? ജെറിനും അഖിലയും മാരേജ് എന്ന ബ്യൂട്ടിഫുൾ ബോണ്ട് വഴി യുണൈറ്റഡ് ആയി ഫോർ ദ ഫസ്റ്റ് ടൈം ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരുടെ വെഡിങ് റിസപ്ഷൻ ആയിട്ട് നമ്മുടെ എല്ലാവരുടെയും മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ നമുക്ക് ഒട്ടും ലാഗ് ചെയ്യണ്ട, നമ്മുടെ സ്റ്റാർസ് ഒന്നിടയെ വെൽക്കം ചെയ്യാം. ജെറിൻ ഓൺ ടു ദ സ്റ്റേജ്. നല്ലൊരു കൈയോടുകൂടി നമുക്ക് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Hearts collide in heaven, in heaven. Only hope, only hope. We make love our weapon, our weapon. Everybody say no, no, no. You gotta let your feelings go. The stars will always glow. Everybody say you won't stay, but I know it's gonna be okay. Our dreams won't fade away. We gotta hold on, hold on. It's us forever, us forever. Gotta hold on, hold on. Just us together, us together. Us forever, us forever. Us forever. You make me strong, make me strong. With you I'm 10 feet taller, feet taller. One love, one love. Heaven's round the corner, the corner. Everybody say no, no, no. You gotta let your feelings go. The stars will always glow. Everybody say you won't stay, but I know it's gonna be okay. Our dreams won't fade away. We gotta hold
together. Thank you so much guys for the beautiful performance. For the very happy married life together. അപ്പോൾ ലൈഫിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലേ? എല്ലാവരും പറയുന്ന പോലെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസും കുറച്ച് റോൾ ചേഞ്ചിങ്ങും ഒക്കെയുള്ള ജീവിതത്തിൻ്റെ പുതിയൊരു ഘട്ടം അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹം കാണും രണ്ടു പേർക്കും ഇപ്പോൾ തോന്നുന്ന ആ ഒരു ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് എന്താണെന്നുള്ളത്. ഇതിൽ ബിഗ് സെൻറ്റൻസിലൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഫ്യൂ വേർഡ്സിൽ രണ്ട് പേരും നമ്മുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യണ്ടേ? യെസ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും താങ്ക്സ് പറയുന്നത്. നിങ്ങൾക്കറിയാം എവിടെയാണ് വന്നത്, ടെൻഷനാണ്, പിന്നെ സന്തോഷമാണ് കണ്ടുപിടിച്ചത് മാത്രമേ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഓഫ്കോഴ്സ് കുറേ മിക്സഡ് ഇമോഷൻ ആയിരിക്കും അല്ലേ? ഹാപ്പി ആയിരിക്കും, എക്സൈറ്റഡ് ആയിരിക്കും, ടെൻഷൻ ഒന്നും വേണ്ട. കെട്ടൊക്കെ കഴിഞ്ഞില്ല, പള്ളിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു, കൂളാണ്. യെസ്. അപ്പോൾ അഖില യു ലുക്ക് സോ സ്റ്റാൻഡിങ് ഇൻ ദിസ് സാരി. സുന്ദരിയായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അഖിലയുടെ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു നല്ല കൈഡിയാവാം. എന്താ മോശമാണ്, ഞാൻ എന്നെ അത്ര പോരെയെന്നോ, ഒട്ടും സൂപ്പർ ലുക്കിംഗ് ആയിട്ടുണ്ട് ആ ഒരു വെഡിങ് അറ്റയറിൽ. ആൻഡ് യു ബോത്ത് മേക്ക് എ പെർഫെക്റ്റ് പെയർ. എനിക്കറിയാം രണ്ടുപേരുടെയും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരും ഒക്കെയാണ് എത്തിയിരിക്കുന്നത്. ഇവരെ വ്യക്തിപരമായിട്ട് അറിയാവുന്നവരാണ് എല്ലാവരും. എന്നാൽ പോലും ആസ് എ ഫോർമാലിറ്റി നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂമും അല്ലേ, ഒഫീഷ്യലായിട്ട് രണ്ടുപേരെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. A beautiful bride, Akhila Babu Pandaluparmil. She has done MSc Chemistry from SB College, Chengalpattu, and then secured B.Ed from College of Teachers Education, Kodamalu. Currently, she is a teacher at St. Joseph College, St. Joseph School, Mangala. And our handsome groom, Mr. Jerry Joshi Veeraparambil. After BSc Nautical Science from Indian Maritime University, Chennai, now he is a second officer in Merchant Navy, Anglo-Eastern Company. Right? കുറേ രാജ്യങ്ങളൊക്കെ ടച്ച് ചെയ്തിട്ടുള്ളതാണ് അല്ലേ? എത്രയാണോ ഇപ്പം അറിയില്ല, അത്രയായി. ഇപ്പം ആ കൂടെ ഇനി പോകാനും ഒക്കെ അവസരം ഉണ്ടാവുമല്ലോ. യെസ്. അപ്പോൾ ലൈഫ് അടിപൊളിയാവട്ടെ. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഒരു കുഞ്ഞ് ബ്യൂട്ടിഫുൾ ഫ്രെയിം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ രണ്ട് സൈഡിലും കുറേ പേരുടെയൊക്കെ വന്ന് നിന്നാലേ ആ ഒരു ബിഗ് ബ്യൂട്ടിഫുൾ ഫ്രെയിം കംപ്ലീറ്റ് ആകത്തുള്ളൂ അല്ലേ? ഇവരുടെ ഇതുവരെയുള്ള ജേണിയിൽ ഇവർക്ക് ലവും സപ്പോർട്ടും ഒക്കെ കൊടുത്ത് ഇവരെ ഇത്രയധികം ഈ ഒരു നിലയിൽ എത്തിച്ച് ഇന്നത്തെ ഒരു ദിവസം ഇവരെ പോലെ അല്ലെങ്കിൽ ഇവരെക്കാൾ കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള ഇവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കൂടെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. സോ ഫസ്റ്റ് ഞാൻ വെൽക്കം ചെയ്യുന്നത് അഖിലയുടെ ഫാമിലിയാണ്. ബിക്കോസ് ദേ ആർ ദ ഗസ്റ്റ് ടുഡേ. Akhila's parents, Akhila's father, Mr. Babu John Pandaluparmil Mananam, and mother Mrs. Anu Babu, hailing from Anuvelian family. രണ്ടു പേരെയും നല്ലൊരു കൈഡിയോടുകൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Father Mr. Joshi George Veeraparambil, Kizhaparayar, and mother Mrs. Molly Joshi, hailing from Anikat family. രണ്ടുപേരെയും നല്ലൊരു കൈഡിയോടുകൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. രണ്ടുപേരുടെയും പേരൻസ് എത്തിയിട്ടുണ്ട്. ഇനി ആരാണ് നെക്സ്റ്റ് വേദിയിലേക്ക് എത്തുന്നത്? രണ്ടുപേർക്കും ഓരോ ബ്രദർ ഉണ്ടല്ലേ? അഖിലയുടെ ബ്രദർ അഖിൽ ബാബു പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ വർക്ക് ചെയ്യുകയാണ്. അഖിൽ, വെൽക്കം ടു ദ സ്റ്റേജ്. Jelbin Joshi is a chef at Rostown Gourmet Cuisine, Thrissur. Jelbina നല്ലൊരു കൈയ്യടി കൊടുക്കാം ആൻഡ് സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം. നമ്മുടെയൊക്കെ ക്രൈസ്തവ വിശ്വാസ പാരമ്പര്യത്തിൽ നമ്മളെല്ലാ കാര്യത്തിലും ദൈവത്തോട് ആ ഒരു ബ്ലെസ്സിങ്സ് ചോദിച്ചാണല്ലേ തുടങ്ങാറ്. ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ പുതിയൊരു കുടുംബ ജീവിതത്തിൻ്റെ തിരുനാളമാണ് ഇവിടെ തെളിയുന്നത്.
ഒന്ന് ചേർന്നുള്ള ലൈഫിൽ ഒരുപാട് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പ് ആൻഡ് ഡൗൺ, ഹാപ്പിനെസ് ആൻഡ് സാഡ്നെസ്, അങ്ങനെ എല്ലാം ഒരു മിക്സഡ് ഇമോഷനൊക്കെ ഉള്ള ഒരു ലൈഫായിരിക്കുമല്ലോ. എല്ലാത്തിലും രണ്ടുപേർക്കും ഷോൾഡർ ടു ഷോൾഡർ നിന്ന് ലവും സപ്പോർട്ടും ഒക്കെ കൊടുത്ത് കറക്റ്റ് പ്രൊപ്പോർഷൻ കൊടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമ്മൾ വൈൻ ടോസ്റ്റിംഗ് സെറമണിയിലേക്കാണ്. വൈൻ ഈസ് ദ സിംബൽ ഓഫ് റിച്ച്നെസ് എന്നാണ്. സ്നേഹത്തിന്റെ ആ ലഹരി കൂടി കൂടി വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആൻഡ് ടിൻസി ആൻഡ് ജിറ്റോ സ്റ്റേജിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുകയാണ് മധുരം വെക്കൽ ചടങ്ങിനായിട്ട്. കല്യാണ ചെക്കനും പെണ്ണിനും മധുരം വെച്ചോട്ടെ. കല്യാണ പെണ്ണിനും ചെക്കനും മധുരം വെച്ചോട്ടെ.
उसका दावत में कैसे वो शाही टुकड़ा उसके जैसी न कोई नाज़नीं शादी जोड़ा पहन के आई जो बन ठन के वही तो मेरी स्वीट हार्ट है शर्माए से बगल में जो बैठी है दुल्हन के वही तो मेरी स्वीट हार्ट है शादी जोड़ा पहन के आई जो बन ठन के वही तो मेरी स्वीट हार्ट है शर्माए से बगल में जो बैठी है दुल्हन के वही तो मेरी स्वीट हार्ट है सितारे है चांद समकड़ा क्या कहना उसका आफरीन दावत में कैसे वो शाही टुकड़ा उसके जैसी न कोई नाज़नीं शाही जोड़ा पहन के आई जो बन ठन के वही तो मेरी स्वीट हार्ट है
तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे। किया रे जो भी तूने कैसे किया रे, जिया को मेरे बांध ऐसे लिया रे, समझ के भी ना समझ मैं सकूं। सवेरों का मेरे तू सूरज लागे, तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे। अपना बना ले पिया, अपना बना ले पिया, अपना बना ले मुझे, अपना बना ले पिया, अपना बना ले पिया, अपना बना ले पिया। दिल के नगर में शहर तू बसा ले पिया। फीकी रुतों को रंग लगे, छूने से तेरे हाँ तेरे हाँ तेरे, फीकी रुतों को रंग लगे। तेरी दिशा में क्यों चलने से मेरे पैरों को पंख लगे। जुबानियाँ तेरी झूठी भी सच लागे, तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे। अपना बना ले पिया, अपना बना ले मुझे, अपना बना ले पिया, अपना बना ले पिया, अपना बना
तुझे दीवाना सपनों में रोज आए जिंदगी में आना सनम चुरा के दिल मेरा गोरिया चली चुरा के दिल मेरा गोरिया चली चुरा के दिल मेरा कहाँ तू चली पागल हुआ दीवाना हुआ पागल हुआ दीवाना हुआ कैसी ये दिल की लगी हाँ चुरा के दिल तेरा चली मैं चली मुझे क्या पता कहाँ मैं चली मंजिल बस तू ही हो मंजिल बस तू ही हो तेरी जन्नत चली चुरा के दिल मेरा गोरिया चली चुरा के दिल तेरा चली मैं चली लड़के तो मार ही देती होगी तू दिन में और न होने और न होने और न होने तुमसे मिलके दिल का है जो हाँ क्या करे हो गया है वैसा जो कमाल क्या करे तुमसे मिलके दिल का है जो हाँ क्या करे हो गया है वैसा ये कमाल क्या करे
പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്തുവിന്റെ സഭയിലെ ഞങ്ങളുടെ പാപമോചനത്തിനും ശരീരത്തിനും നിത്യമായ ജീവിതത്തിനും ഞാൻ വിശ്വസിക്കുന്നു. चाहा तुझे मेरी खता नहीं, मेरी खता है कि तुझे पता नहीं। मैंने चाहा तुझे मेरी खता नहीं, मेरी खता है कि तुझे पता नहीं। तेरे नाल प्रीता लईया, ओ तेरे नाल प्रीता लईया। वे माही तेनू खबर नहीं, तेरे नाल प्रीता लईया। वे माही तेनू खबर नहीं, ओ किन्ने साल इंतजार में बिताया, ओ किन्ने साल इंतजार में बिताया। वे माही तेनू खबर नहीं, वे माही तेनू खबर नहीं। तेरे नाल प्रीता लईया, वे माही तेनू खबर नहीं। मैंने चाहा तुझे मेरी खता नहीं, मेरी खता है कि तुझे पता नहीं। मैंने चाहा तुझे मेरी खता नहीं, मेरी खता है कि तुझे पता नहीं। कुछ दिन मेरे यार पुराने की हो गया, की हो गया, की हो गया हो। वे माही तेनू खबर नहीं।